ഞാനപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഹെയറിലേക്ക് ഹെന്ന ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞാൻ ഹെന്നയുടെ കുറേ വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് അവർക്ക് ഹെന്ന ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്കായിട്ട് കളർ കിട്ടുന്നില്ല, അവർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കിട്ടണേന്ന്. പലരും സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഈ ഹെന്ന ചെയ്യുന്നവർ. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ ഹെന്ന ചെയ്യുന്നതിന് മുന്നേ ഇത് കണ്ട ഇതുപോലെ നമ്മുടെ ഹെയറിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും നന്നായിട്ട് ഓയിൽ പോകത്തക്ക രീതിയിൽ ഹെയർ വാഷ് ചെയ്തിട്ട് വേണം ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട് കളർ പിടിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ ഹെന്ന റിലേറ്റഡ് ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ഹെന്നയൊക്കെ ഇട്ടിട്ട് ഹെന്ന വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതേ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കിയേ, മുടിയൊക്കെ നോക്കിയേ എന്ത് നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്നതെന്ന് കണ്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് ഹെന്ന മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആവത്തില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മുടിയൊക്കെ വല്ലാണ്ട് ഡ്രൈ ആകുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഡ്രയർ ചെയ്തതേ ഉള്ളൂ, ഇതുകൊണ്ട് വെള്ളം ഉറ്റുന്നുണ്ട് മുടിയെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ഹെന്ന ഇട്ട് കഴിയുമ്പോൾ ഹെന്നയുടെ ഭയങ്കര തണുപ്പായിരിക്കൂലേ, ഫുള്ള് ഹെയറിലോട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് ഡ്രയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് ആ ഒരു തണുപ്പ് നിൽക്കാതിരുന്നോളൂ. നമ്മുടെ മുടി പെട്ടെന്ന് അങ്ങ് ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹെന്ന കൊണ്ടുണ്ടാകുന്ന തണുപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാതിരിക്കാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണേ. ബൈ.